അത് വിധി പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ചികിത്സിക്കുന്നവരും ചികിത്സിക്കാത്തവരും ഇല്ല 70-75 ഇടയ്ക്ക് ഇങ്ങനെ പോകണം കാണുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ പോയി പഠിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൊബൈൽ കണ്ട് നിങ്ങൾ നോക്കിയാൽ എല്ലാം കിട്ടും. അപ്പോ കർഷകരെ സൂട്ടായി സ്വീകരിച്ച് നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി തരാനുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കുക. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളത് കർഷകരാണ്. അടുത്തതാണ് സർക്കാരിൽ സമ്മതം ചെലുത്തി 140 എണ്ണത്തെ അവിടെ പറഞ്ഞു വിട്ടിട്ടില്ലേ, നല്ല കാശ് കൊടുത്ത് അതിൽ 71 എണ്ണം കൈവക്കിയാൽ മതി, കീടനാശിനി അന്നത്തോട് കേരളത്തിൽ തീരും. അത് നമ്മൾ ചെയ്യും. രാഷ്ട്രീയമായിട്ട് കൂടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ കീടനാശിനികളുടെ നാശം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. വേറെന്താ ചോദ്യം? മാംഗോസ്റ്റീൻ റംബുട്ടാനും ഷുഗറുകൾക്കാണെങ്കിൽ ഈന്തപ്പഴം, ചക്കപ്പഴം, മാമ്പഴമൊക്കെ തിന്നണം. വയലോട് ചെയ്യുന്നോ? അതിന് ഇങ്ങേർക്ക് ആകെ 140-150 കിടക്കുന്നത് കഴിക്കണ വല്ലേ ഉള്ളൂ. 140-160 ഇടയ്ക്ക് അല്ലാണ്ട് ഞാൻ മുകളിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങോട്ട് പ്രമേഹരോഗിയാന്ന് ആരാ പറഞ്ഞേ? പറയും ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ രോഗമില്ലാണ്ട് ജീവിച്ചാൽ ഞങ്ങളെങ്ങനെ ജീവിക്കും? അത് കൊള്ളാം. ഇങ്ങനെ മരുന്ന് കഴിക്കും, വെള്ളം കഴിക്കുകയില്ല, വെള്ളം കൂടി ഇല്ല. പക്ഷെ വെള്ളം കുടിക്കൂല. പൊന്നു എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുകയില്ല. അതെനിക്കെങ്ങനെ മനസ്സിലായി? ഇങ്ങനെ ഫോൺ ചെയ്ത് വല്ലതും പറഞ്ഞു തന്നോ? എന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ? ഇല്ല. ഗുളിക നിർത്തി. എന്നിട്ടും എനിക്ക് എങ്ങനെ ഫാറ്റി ലിവർ തോന്നി? ഇവിടെ പിടിച്ച് കിടന്നുണ്ടാവുന്നാണോ പറയണത്? കുറച്ച് ദിവസം ഇവിടെ നിന്ന് ചിട്ടകൾ ചെയ്യണം. നല്ല ശരീരത്തിന് ചൂട് കൂടിയിരിക്കുകയാണ്. ഒരു 5-8 കൊല്ലമായി ചൂടിന് കൂടിയിട്ട്. സെൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സെൽ ഡെത്ത് റേറ്റ്, അപ്പോപ്റ്റോസിസ് എന്ന് പറയും. അപ്പോപ്റ്റോസിസ് നിവൃത്തിയില്ല, അത് കാലം കൊണ്ട് നടക്കും. പക്ഷെ അതല്ലാതെ നെക്രോസിസ് എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നെക്രോസിസ് കൂടുതലായിട്ടാണ്, സെല്ലിന്റെ ഡെത്ത് റേറ്റ് കൂടുതലാണ്. ഇന്ന് മരിക്കേണ്ടതില്ലാത്ത കോശങ്ങളും മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 10 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ മരിക്കുന്നത്. ഒരു സെക്കൻഡിൽ. ഒരു ദിവസം 60-70 ബില്യൺ കോശങ്ങൾ മരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 10 ലക്ഷം കോശങ്ങൾ മരിക്കുന്നതിന് പകരം 15 ലക്ഷം മരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പ്രായാധിക്യം വരും. അവയവങ്ങൾ പലതും മോശമാകാൻ തുടങ്ങും. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കണം, സ്വസ്ഥതയാക്കണം, ഭാരം ആവശ്യമില്ലാതെ കുറയ്ക്കണം. നിന്നാലും ശരിയാവുള്ളൂ. വേറെ എന്താ ചോദ്യം? മുടി ചെറുപ്പത്തിൽ നനയ്ക്കുന്നത്. ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ ഉപ്പ് കൂടുതൽ കഴിച്ചാൽ കുഞ്ഞിന്റെ മുടി നനച്ചിരിക്കും. ചില മരുന്നുകളുണ്ട്. അപ്പൊ നിങ്ങൾ എടുത്തിട്ട് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പ്രിമച്വർ ഗ്രേയിങ് ഓഫ് ഹെയർ എന്ന് പറഞ്ഞ് നോക്കിയാൽ ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചാലാണ് അകാലത്ത് മുടി നനയ്ക്കാൻ സാധ്യതയുള്ളത് കാണിച്ചു തരും. ചില മരുന്നുകളാകാം, ചില കെമിക്കലാകാം, ചില മുമ്പ് ഷാമ്പു തേച്ച് നിരവധി ആളുകളുടെ മുടി നനയ്ക്കേണ്ടത്. ഈ സോപ്പും രണ്ടാമത്തെ കെമിക്കലൊക്കെ വരും, അത് സംഭവിക്കാം. യെസ്. എന്തിനാ തിളപ്പിക്കുന്നത്? എന്തിനാ തിളപ്പിക്കുന്നത്? തിളപ്പിച്ച് കഴിഞ്ഞാൽ അഴുക്ക് മാറുമോ? കോളിഫോം ബാക്ടീരിയ ഉണ്ടാവും. അതിനെ കൊല്ലാമോ?
അല്ല, കൊല്ലാമോ? അഹിംസ പരമോ ധർമ്മ. തന്നെപ്പോൾ സർവപ്രാണിയും ഈശാവാസ്യവിധം സർവം കൊല്ലാമോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് കിടപ്പുണ്ട്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ മറികടന്ന് ഏതെങ്കിലും കോളിഫോം ബാക്ടീരിയക്കോ ആക്കോളിക്കോ ഈക്കോളിക്കോ നിർബന്ധിക്കോ അപ്പുറം പോകാൻ പറ്റുമോ? അതിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് വരെയുണ്ട്. വായയില് ആസിഡ്സ് ഉണ്ട്. ആവശ്യമുള്ള ബാക്ടീരിയകൾ വായയിൽ, കോടാനുകോടി ബാക്ടീരിയകൾ വായയിലുണ്ട്. ഈ ഈസോഫാഗൽ റീജിയൻ ഒഴിച്ച് അവിടെ മാത്രമാണ് സ്റ്റെറിലൈസ്ഡ് ഏരിയ ഉള്ളത്. പിന്നെ ചെറുകുടലിലും, ഈസോഫാഗലിൽ ഒരു ചെറുകുടലിലാണ് പ്രധാനമായിട്ട് ഈ സ്റ്റെറിലൈസ്ഡ് ഏരിയ ഉള്ളത്. ബാക്കി നമ്മുടെ വൻകുടലില് കഴിക്കുന്ന ഭക്ഷണം മലമാക്കി എടുക്കാനൊക്കെയുള്ള. അപ്പൊ നമ്മൾ ഒരു സയൻസ് നോക്കിയാൽ മതി, 37.2 ട്രില്യൺ കോശങ്ങളാണ്, ഹ്യൂമൻ സെൽസ് ആണ് ബോഡിയിലുള്ളത്. 39 ട്രില്യൺ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ബാക്ടീരിയകളാണ് നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നത്, പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത്. മറ്റത് കാലഹരണപ്പെട്ട ഒരു ശാസ്ത്രമാണ്. ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കഴിയും. ആന്റിബയോട്ടിക്കുകൾ പാടില്ല, പ്രോബയോട്ടിക്കുകൾ വേണം. ബ്രിട്ടനിലെ ഒരു ആശുപത്രിയിൽ പോയി നിങ്ങൾക്കൊരു ആന്റിബയോട്ടിക് വാങ്ങിയിട്ട് വരാൻ പറ്റുമോ? ബ്രിട്ടനിൽ ആരെങ്കിലും ആരുണ്ട്? മക്കളുണ്ട് അവിടെ? അവിടെ കേറ്റൂല, ആശുപത്രി കേറ്റൂല. കുറച്ച് ദിവസം കഴിയട്ടെ നോക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്തസുഖം വന്നാലും ആശുപത്രി കയറ്റൂല. കുറച്ച് ദിവസം കഴിയട്ടെ. എന്നിട്ട് കഷ്ടായി. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണമെങ്കിൽ അവിടെ 1 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞാണ് അപ്പോയിന്റ്മെന്റ് കിട്ടുക. അപ്പോഴെന്താ അവിടെ ഏത് അലോപ്പതി, ഇവിടത്തേതാണോ അവിടുത്തേതാണോ? അങ്ങോട്ട് പോയില്ല, അമേരിക്കയിൽ പോകുന്നു. അവിടെ ചികിത്സ സർക്കാരിന്റെ കീഴിലാണ്. ഒരു പൈസ നിങ്ങൾ മുടക്കില്ല. ആവശ്യമില്ലാണ്ട് ഒരു മരുന്ന് എഴുതിയാൽ അപ്പ പിടിവീഴും. എനിക്കൊരു സ്ത്രീ 3 കുട്ടികളെ കൊണ്ടുവന്നു. 3 കുട്ടികളെ കൊണ്ട് വന്ന ആ കുട്ടിയുടെ അസുഖം പറഞ്ഞപ്പോൾ അത് നിസ്സാരമായിട്ട് ഭക്ഷണം മാറിയാൽ മാറാവുന്ന അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ വായനൊരു മെഡിക്കൽ ടെർമിനോളജി ടേം വീഴും. ഞാൻ നഴ്സാണെന്ന് ചോദിച്ചു. അത് പറഞ്ഞിട്ട് പറഞ്ഞില്ല, ഞാൻ ഡോക്ടറാണ്. ഒരു ഡോക്ടർ ഇത്രയും നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് ജോലിയാണ്. അപ്പോൾ നഴ്സുമാരാണെങ്കിൽ അന്ധമായിട്ട് ഡോക്ടർമാരെ വിശ്വസിക്കുന്നവരും മരുന്ന് ആരാധിക്കുന്നവരും. അപ്പോൾ എവിടെയാണ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, UK യിലായിരുന്നു. ഹസ്ബൻഡ് ഓങ്കോളജിസ്റ്റാണ്. എറണാകുളത്ത് വലിയൊരു ആശുപത്രിയിൽ ഓങ്കോളജിസ്റ്റാണ്. കുട്ടികളെ നോക്കാൻ വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, കുട്ടികളുടെ ഭാഗ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ബ്രിട്ടനിലെ പ്രാക്ടീസും ഇവിടുത്തെ പ്രാക്ടീസുമായിട്ട് എങ്ങനെയാണ്? വലിയ വ്യത്യാസമുണ്ട് സാർ. എന്ത് വ്യത്യാസമാണ്? അത് ബ്രിട്ടനിൽ ഞങ്ങൾ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്താൽ ചോദ്യം വരും, എന്തിനാ അയാളെ അഡ്മിറ്റ് ചെയ്തു? ഇവിടെ അങ്ങനെ സാർ, എന്തുകൊണ്ട് അയാളെ അഡ്മിറ്റ് ചെയ്തില്ല എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ജോലി പോകും. പലയിടത്തും ഇത്ര ലക്ഷം രൂപയുടെ സർജറി നിങ്ങൾ ചെയ്തിരിക്കണം, ഇത്ര ലക്ഷത്തിന്റെ മരുന്ന് വെച്ചിരിക്കണം, ടെസ്റ്റുകൾ ഇത്ര ചെയ്തിരിക്കണം. ഞാൻ നോക്കിയ ഷുഗറിന്റെ അവിടുത്തെ കാര്യങ്ങളുണ്ട്. ചൂട് കൂടണം, ഹോസ്പിറ്റലിലെ മരുന്ന് വേഗത്തിലാവും. പല അവയവങ്ങളും അസ്വസ്ഥ, നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. എലിയെ പോലെ ഇരിക്കും, നമ്മളൊരു പുലിയെ പോലെ വരുന്നത് കാണാം. അതൊക്കെ പൊട്ടിത്തെറിയില്ലേ? അങ്ങനെയല്ലാന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇദ്ദേഹം പറയോ പറഞ്ഞ കാര്യം കഷ്ടവും പറയൂല, പാവം പറയില്ല. നല്ല കാര്യം, കൺട്രോളുണ്ട്.
ഇതിനെ വളരെ പെട്ടെന്ന് നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോ നമുക്ക് ഈ മരുന്നുകളിലുള്ള ഒരു വിശ്വാസം ആദ്യമായിട്ട്, മരുന്നല്ല വേണ്ടത്, കാരണപരിഹാരമാണ്. അതേസമയം നിങ്ങളുടെ ഷുഗർ വളരെ കൂടിപ്പോയി 100 ആയി, അതിന് ഇൻസുലിൻ കൊടുക്കാം, നല്ലതാണ്. തൈറോയിഡ് പ്രവർത്തനം മാറി, നിങ്ങൾക്ക് ആ തൈറോയിഡോ ആ ഹോർമോൺ നിർത്താൻ പറ്റുമെന്ന് വരില്ല, അത് മുഴുവൻ തകർന്നുവരില്ല, മാറിപ്പോകുന്നതാണ് വേറെ കാര്യം. പക്ഷെ മുഴുവൻ പോയാൽ, മുഴുവൻ പാൻക്രിയാസ് നശിച്ചു പോയാൽ ഇന്നുള്ള ആളുകളിൽ 2% ഉണ്ടാവുള്ളൂ. ഇൻസുലിൻ തന്നെ അവർക്ക് വേണ്ടിയുള്ള കൊച്ചു കുട്ടികൾക്ക് പ്രമേയമുണ്ട്, മാറ്റിയെടുക്കാൻ പ്രയാസമാണ്, പാൻക്രിയാസ് മുഴുവനായിട്ടില്ല, അവർക്ക് ഇൻസുലിൻ കഴിക്കും. അപ്പം അങ്ങനെയുള്ള ചില നിർണായകമായ ഘട്ടങ്ങളിൽ മാത്രമാണ് മരുന്ന് നമുക്ക് വേണ്ടി വരിക. അല്ലാത്ത സമയങ്ങളിലെല്ലാം മരുന്ന് കഴിച്ചാൽ തൽക്കാലം വെച്ച് കിട്ടും, പക്ഷെ പിന്നീട് നമ്മൾ അതിൻ്റെ പിഴയിടുണ്ടായിരിക്കും. അതാണ് തന്നെ വിവേകപൂർവ്വം ഭക്ഷണ രീതികൾ നോക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് പഠിച്ചെടുത്തു കഴിഞ്ഞാലുള്ള മെച്ചം നിങ്ങൾക്കിത് തുടരാൻ പറ്റും, രോഗം വരാതെ ജീവിക്കാൻ പറ്റും. അഥവാ രോഗം വല്ലതും വന്നാൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി, ഏത് രോഗത്തിനും ഇതൊക്കെ തന്നെ ചെയ്താൽ മതി. നിങ്ങളത് പഠിക്കും, മനസ്സിലാക്കും, അനുഭവിക്കും. അപ്പോൾ അനീഷ് പറഞ്ഞ പോലെ അനുഭവിച്ച് മനസ്സിലാക്കിയ എൻ്റെ സുഖം എന്താണെന്നുള്ളത് മാത്രമല്ല കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ഈ കാര്യത്തിൽ മാറ്റിയാൽ ഈ സാധനം മാറുന്നില്ലല്ലോ. മനുഷ്യശരീരത്തിന് പണ്ടത്തേക്കാൾ ബലഹീനമായതല്ലാതെ കരുത്ത് കൂടിയതല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമ്മൾ ആഹാരപാനീയങ്ങൾ ശ്രദ്ധിക്കണം. വേറെ എന്താണ് ചോദ്യമുള്ളത്? ഗട്ട് ബാക്ടീരിയകൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു ഭ്രമമായിരുന്നു ചികിത്സയിൽ. ആ ഗട്ട് ബാക്ടീരിയകളെ കൊല്ലുന്ന ആന്റിബയോട്ടിക്കുകൾ നമ്മുടെ ഗട്ട് ബാക്ടീരിയകളാണ് ആദ്യം നശിപ്പിക്കുന്നത്. ഗട്ട് ബാക്ടീരിയകൾ വീക്കായാൽ ഡിപ്രഷൻ. ഇപ്പൊ ഏറ്റവും പുതിയ റിസർച്ചുകൾ നടക്കുന്നതും പുസ്തകങ്ങൾ ഇറങ്ങുന്നത് ശാസ്ത്ര ആരോഗ്യശാല രംഗത്ത് ബ്രെയിൻ ഗട്ട് ബ്രെയിൻ ഗട്ട് അല്ല, ഗട്ട് ബ്രെയിൻ കണക്ഷനുള്ള മേഖലയിലാണ്. അപ്പോൾ വയറ്റിലെ അടുക്കള ശക്തിപ്പെടുത്തണം, അവയ്ക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കണം. ആ ഭക്ഷണമാണ് ഫൈബർ. മുമ്പ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നു ഫൈബർ കൊണ്ടൊരു കാര്യമില്ല, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വേണ്ടത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഫൈബർ കൂടെ വേണം. അതല്ലേ കച്ചവടക്കാരൻ പ്ലേറ്റ് മാറ്റി വെച്ചത്, ഞങ്ങളുടെ കുപ്പിപ്പാഷാണത്തിൽ ഫൈബർ കൂടിയുണ്ട്. ഇനി മുതൽ ചോദിക്കൂ പ്രോട്ടീൻ ഉണ്ടോ എന്നല്ല, ഫൈബർ ഉണ്ടോ. അവന്റെ കാരണം കുട്ടികൾക്ക് അടികൊടുക്കാന്നുണ്ടല്ലോ. ഇത്രയും കളഞ്ഞ് നമ്മളെ മുഴുവൻ വഴിതെറ്റിച്ച് ചതിച്ച് ഇപ്പൊ പറയാണ് ഫൈബറാണ് വലുത്, ഞങ്ങളുടെ ഇതിനുള്ളിൽ ഫൈബർ നിറച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മണ്ടന്മാര്, വിഡ്ഢികളും പഠിച്ച കുട്ടികളും, വെറും പഠിച്ചതല്ല, വെൽ എഡ്യൂക്കേറ്റഡ് ഫൂൾസ് ആണ് നമ്മൾ. ആദ്യം കോൾഗേറ്റുകാരൻ വന്ന് എന്താ പറഞ്ഞേ, കരിയെടുത്ത് പല്ല് തേക്കരുത്, നിങ്ങളുടെ പല്ല് തേഞ്ഞു പോകും. അതുകൊണ്ട് ഈ പേസ്റ്റ് ആണ്, ഫ്ലൂറൈഡ് ചേർന്ന പേസ്റ്റ് ആണ് ഞങ്ങളുടേത്. ഫ്ലൂറൈഡ് പേസ്റ്റ് ഉപയോഗിക്കും. കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞ് ഫ്ലൂറൈഡ് ഇല്ലാത്ത പേസ്റ്റാണ് ഞങ്ങൾ ഇറങ്ങുന്നത്, ഫ്ലൂറൈഡ് ഒഴിവാണ്. ഇപ്പൊ ആ ദ്രോഹി പറയുകയാണ് ഞങ്ങളുടെ പേസ്റ്റിനുള്ളില് ചാർക്കോൾ ചേർത്തിട്ടുണ്ട്, ചാർക്കോൾ പേസ്റ്റ് ആണ് ഏറ്റവും നല്ല പേസ്റ്റ്. കുട്ടികളുടെ ക്ലോസറ്റിൽ പോലും അവന്റെ കോൾഗേറ്റ് ഇടാൻ പാടില്ല. ഞാൻ കോൾഗേറ്റ് ഒന്നുമില്ല, ക്ലോസറ്റ് ഒന്നും പറയില്ല. ഇതൊക്കെ കെണിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. പല്ലുവേദന ഒന്നാം നല്ലൊരു ചോദ്യമാണ്. നമുക്കിവിടെ ഡെന്റിസ്റ്റ് കൂടിയുണ്ട്. ഡെന്റിസ്റ്റ് ഡോക്ടറെ, ഡോക്ടറുടെ മേഖലയിൽ കളിക്കുക. ഒരു പല്ല് എടുത്തു കഴിഞ്ഞാൽ മരുന്ന് തരില്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ മരുന്നിനാണ് എന്ത് ചെയ്യാനുള്ളത്? ഉപ്പിട്ട വെള്ളം വായ കൊള്ളാൻ തന്നെ ഏറ്റവും നല്ലത്. ഒന്ന്, നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്ന ഡെന്റിസ്റ്റുകൾ ധാരാളം പേരുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരമുള്ള പിലാതികയുണ്ട്, ഡോക്ടർ കെവിനുണ്ട് പത്തിവട്ടത്ത്, ഡോക്ടർ ജോണി, ഡോക്ടർ സെബി അംഗമായി, അതുപോലെ തന്നെ കോഴിക്കോട് ഡോക്ടർ ജീനുണ്ട്. അതുമായിട്ട് വളരെ സൗഹാർദ്ദമായിട്ട് നമ്മുടെ പേഷ്യൻസിന് ഡെന്റിസ്റ്റ് ആവശ്യമുള്ളവർ നമ്മളായിരിക്കും. അവിടെ ചെല്ലുന്ന പല പേഷ്യൻസിനെയും
ഷുഗറുണ്ട് ഹോമിയോപ്പതിയാണ്. നിങ്ങൾ നേച്ചറിലേക്ക് പോയി 2 ആഴ്ച കിടന്ന് നോർമലാക്കി മാറ്റിയിട്ട് നോർമലിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അയക്കുന്ന പേഷ്യൻസിന് അവർ മരുന്ന് കൊടുക്കില്ല, ആന്റിബയോട്ടിക് കൊടുക്കില്ല, പെയിൻ കില്ലർ കൊടുക്കില്ല. സാറ് പറഞ്ഞ പോലെയാണോ ചെയ്യുന്നത്? വേറെ ഒന്നും വേണ്ട, ഒരു പ്രയാസമില്ലാതെ. ഈ ഡെന്റിസ്റ്റ് ഡെന്റൽ വർക്ക് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് അവർ ഫ്രൂട്ട്സ് മാത്രം കഴിക്കും. ഡെന്റൽ വർക്ക് ചെയ്യേണ്ട ദിവസം ജ്യൂസ് മാത്രം നന്നായിട്ട് കൊടുക്കും. പിന്നെ വേദന ഇപ്പോൾ നോക്കിയാൽ ചെയ്യിപ്പിക്കാറില്ല, ചെയ്തു പോയാൽ തന്നെ പിറ്റേ ദിവസവും അതിനടുത്ത ദിവസവും ജ്യൂസ് മാത്രം ശ്രമിക്കുക. ഈ ഡോക്ടർമാർ അങ്ങനെയുള്ള പേഷ്യന്റിനെ കണ്ട അത്ഭുതപ്പെട്ടിട്ടാണ് നമ്മുടെ മേഖലയിലേക്ക് കൊടുക്കുന്നത്. അത് ഇവർക്ക് വേദനയില്ല, അത് കൈവരും എടുത്താലും വേദനയാണ്, അത് വേദനയില്ല. ആന്റിബയോട്ടിക് എടുക്കാതിരുന്നിട്ടും യാതൊരു കുഴപ്പമില്ല, ഒന്നും ആവശ്യമില്ല. പിന്നെ പലപ്പോഴും ഇളകുന്ന പല്ലുകൾ, ഡോക്ടറെ ഞാൻ പറയുന്നത് കുഴപ്പമാവുമോ? ഇളകുന്ന പല്ലുകൾ അതൊക്കെ അന്ന് ആദ്യം കുറേ നേരം ഇടയ്ക്കിടയ്ക്ക് പിടിച്ചാൽ അത് പോയി വീണ്ടും കുറച്ച് നിൽക്കാറുണ്ട്. ഇതിന് അനുമതി കൊടുക്കാറുണ്ട്. കൊടുക്കേണ്ട കാര്യമില്ല, ശ്രദ്ധിക്കില്ല. അതല്ല വൃത്തി. പലരും റൂട്ട് കനാൽ ചെയ്താൽ വേണ്ടതുപോലെ ചെയ്യാതെ ഇൻഫർമേഷൻ വന്ന് വൃത്തിയുള്ള കേസുകളുടെ അത് അതാണ് വൃത്തി എന്ന് പറഞ്ഞപ്പോൾ ബ്ലഡിന്റെ അംശം കയ്യിലായതോ ഓർമ്മണ്ടായതോ അതല്ല നിങ്ങൾ മണ്ണി തൊട്ടെന്ന് കരുതിയിട്ട് കുഴപ്പങ്ങൾ അങ്ങനെയല്ല വരുന്നത്. അതുകൊണ്ടൊന്നും അതൊക്കെ ജൈവമായിട്ടുള്ള കാര്യങ്ങളിൽ ശരീരത്തിന് വിഷയം വരില്ല. കെമിക്കല് പെയിന്റ് വാർണിഷൊക്കെ വന്നാലേ ഉള്ളൂ. ഇതിൽ പറ്റുന്നത് നന്നായി കൊടുക്കാത്തതിലേക്ക് ഉറപ്പായിട്ട് വരും. ഡോക്ടർമാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഭാഗം കൂടിയുണ്ട്. ഒരു ഡോക്ടർ ആന്റിബയോട്ടിക് കഴിയുകയാണെങ്കിൽ രോഗി കഴിക്കാനുള്ള ഇൻഫെക്ഷൻ വന്നാൽ ഇൻഫർമേഷൻ ആയി കഴിഞ്ഞാൽ ഡോക്ടറുടെ പേരിൽ കുറ്റമായിട്ട് ഇപ്പൊ പേര് പറയാം. രോഗി കൊണ്ട് ഒരു കേസ് കൊടുത്താൽ 10 കൊല്ലം അതിന്റെ പുറകെ ഡോക്ടറിനെ കുറ്റമായിട്ട് വരും. പിന്നെ നാണക്കേടുമാണ് മക്കളുടെ. അപ്പൊ ഏതായാലും പല പല്ലുകളും ഇളകി നിൽക്കുന്നത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കിട്ടാറുണ്ട്. മുകളിലത്തെ പല്ല് കുറയ്ക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്, അത് കുറച്ചുകൂടെ ആദ്യം ശ്രമിക്കുന്നത്. മിക്കവാറും മോണവഴുപ്പാണ് പല്ലുകൾ ഇളകാനായിട്ട് കാരണമാകുന്നത്. അതിന് കാരണം വയറ് ശരിയല്ലാത്തതാണ്. ഇപ്പോൾ വയറ് നേടിയാക്കുക, ഗ്യാസ് ഇല്ലാത്ത രീതിയിൽ, ഇൻഡൈജഷൻ ഇല്ലാത്ത രീതിയിൽ വയറ് കൊണ്ട് നടന്നാൽ തന്നെ പല്ലിന് വരില്ല. പിന്നെ ഓയിൽ പുള്ളിങ് ആണ് പല്ലിന് ഏറ്റവും നല്ലത്. എല്ലാവരും ചെയ്യാം. വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വായലെടുത്ത് കുളിച്ച് 20 മിനിറ്റ്, അത് രാവിലെ എഴുന്നേറ്റുടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക. ഒരു ശീലമാക്കാവുന്നതാണ്. പല്ലിന് വേദനയോ നേരിട്ടുണ്ടെങ്കിൽ ഉപ്പുവെള്ളം വായ കൊള്ളുക, പല പ്രാവശ്യമായിട്ട് ചെയ്യുക. വെയില് തുറന്ന് പിടിച്ചിട്ട് വെയില് കൊള്ളിക്കുക, വേവിക്കാത്തത് മാത്രം കഴിക്കുക. ഒരു വിധമുള്ള പല്ലിന്റെ പ്രയാസങ്ങൾ മോണകൾ എടുത്തിട്ട് മാറ്റി. പല്ലിന് മോണയ്ക്ക് ആരോഗ്യം വേണമെങ്കിൽ വെയില് കൊള്ളണം, വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അതുപോലെ തന്നെ നട്ട്സ്, ചെറുപയർ, കടല, അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, ബദാം, വാൾനട്ട്, എള്ള്, സീഡ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ കൂടി നമ്മൾ ആവശ്യത്തിന് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർത്ത് പോകണം. അതിലായെങ്കിലും പല്ലിന് കുഴപ്പമില്ല. ഫാറ്റ് ലിവറിലുള്ള ആളുകൾക്കാണെങ്കിലും അത് നിർബന്ധമായിട്ട് നിങ്ങൾ നട്ട്സ് കഴിക്കണം. ഫാറ്റ് ലിവറിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ഈ സാധനങ്ങൾ മോർപ്പിച്ച സാധനങ്ങളിലൂടെ കഴിച്ച് പ്രോട്ടീനിന്റെ സപ്പോർട്ട് ചെയ്യണം. ഫാറ്റാണ് എഴുതി കഴിക്കണ്ട. തീർച്ചയായിട്ടും ഫോമിംഗ് ഏജന്റ്, എമൽസിഫയർ,
സോഡിയം ലാറിൽ സൾഫേറ്റ്. ടൂത്ത് പേസ്റ്റിന് ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്നത് അതിൽ ചേർക്കുന്ന സോഡിയം ലാറിൽ സൾഫേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അതാണ് ഈ വർക്ക്ഷോപ്പുകാർ, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകാര്, കാറിന്റെ വർക്ക്ഷോപ്പുകാരൊക്കെ ഈ സാധനം ഉപയോഗിച്ചാണ് തറയോട് ചെയ്യുന്നത്. ഈ പേസ്റ്റിന്റെ അംശം അൽപ്പാൽപ്പമായിട്ട് നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും ഉള്ളിനോടൊപ്പം ഉപയോഗിക്കും. കുറെ ടൂത്ത് കെമിക്കലുകൾ ഉള്ളിലാണ്. ടൂത്ത് പേസ്റ്റുകളില് ഗ്ലൈക്കോൾ ചേർക്കാറുണ്ട്. ഈ ഹാൻഡ് വാഷ് സോപ്പുകളിലൊക്കെ ചേർക്കുന്ന സാധനമാണ്. അപ്പോൾ സാധാരണ ടൂത്ത് പേസ്റ്റിലുള്ള കെമിക്കലുകൾ ഒരു 10-15 കെമിക്കലുകൾ ഉപയോഗം. പല ആയുർവേദ ടൂത്ത് പേസ്റ്റിലും അക്വായസ് ബേസ് ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ കെമിക്കൽ ചേർക്കും. കുറെ ചുക്കുചുണ്ണാമ്പ് ചേർക്കുന്നു. അതാണ് അവരുടെ ആയുർവേദം. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കി കൃത്രിമ കളർ ചേർക്കാത്ത, കൃത്രിമ മധുരം ചേർക്കാത്ത, ഇപ്പോൾ ഹണി ബേസ്ഡ് ടൂത്ത് പേസ്റ്റുകളുണ്ട്, ചാർക്കോൾ ബേസ്ഡ് ടൂത്ത് പേസ്റ്റുകളുണ്ട്, സിദ്ധ പേസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ ഒരു സിദ്ധ പേസ്റ്റ് ഇടയ്ക്ക് വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളത് നോക്കി നമ്മൾ എടുത്താൽ മതി. പൽപ്പൊടി നമുക്ക് ഉമിക്കരിയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. കുരുമുളക്, ഉപ്പ്, ഉമിക്കരി ഒന്നാം തരം സാധനമാണ്. മാവില ഏതലയും നിങ്ങൾക്ക് ഉണക്കി പൊടിച്ച് ചേർക്കാം. വളരെ എഫക്റ്റീവാണ്. ഏത് ചൂർണം? ദശനകാന്തി ചൂർണം പല്ല് വെക്കാൻ. പഴുത്ത മാവിൻ ഇല കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും നവരത്നമാകും. ഒരു പ്രശ്നമില്ല. ഇല്ല, മാങ്ങ തിന്നുന്നതല്ലേ. വളരെ നല്ലതാണ്. ഈ അരി തന്നെ തിന്നണമെന്ന് വല്ല കാര്യമുണ്ടോ? എന്തേലും കിട്ടിയാൽ മതി. ഞാനിപ്പോ ഒരാഴ്ച വേവിക്കാത്തത് മാത്രമേ കഴിച്ചുള്ളൂ. ഇന്ന് രാവിലെ അല്പം കഞ്ഞി കുടിച്ചു പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ ഒരാഴ്ച മാങ്ങ മാത്രമേ പ്രധാനമായിട്ടും നിങ്ങൾ 3-4 കരിക്കും കഴിച്ചിട്ടുണ്ട്. പ്രീമിയം കുറഞ്ഞു പോകും. ഈ ഇൻസുലിൻ എടുത്ത ആൾക്ക് രോഗം വന്ന് ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരൊക്കെ എടുത്ത് പ്രീമിയം കൂട്ടി വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇൻഷുറൻസ് ബിസിനസ്. പ്രകൃതി ചികിത്സയ്ക്ക് കൊടുത്താൽ അതോടെ ഇൻഷുറൻസ് കമ്പനിയും പൂട്ടിപ്പോവും, ആശുപത്രിയും പൂട്ടിപ്പോവും, മെഡിക്കൽ വ്യവസായം തകർന്നു പോകും. മോഡിയുടെ ഭാഗത്തു നിന്നൊരു നീക്കം വന്നിട്ടുണ്ട്. പ്രകൃതി ചികിത്സയ്ക്ക് ഇൻഷുറൻസ് എന്നുള്ള ആയുർവേദത്തിന് ഹോമിയോയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ആയി വന്നിട്ട് ചില കമ്പനികളൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ബദാമിൻ്റെ തൊണ്ട് കളയണ്ട. ആ തോല് കൂടി കഴിച്ചാലാണ് അതിൻ്റെ ശരിയായുള്ള ദഹനം നടക്കുക. കപ്പലണ്ടി ആണെങ്കിലും പഴങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രമേഹം ഉണ്ടാവില്ല. നാച്ചുറൽ ഷുഗറാണത്. ആർട്ടിഫിഷ്യൽ ഷുഗറാണ് നിങ്ങൾക്ക് ശരീരത്തിന്, ലിവറിന് പ്രശ്നം. ആർട്ടിഫിഷ്യൽ ഷുഗർ കൂടുതൽ ഉണ്ടാക്കുന്നത് ലിവറിൻ്റെ വീക്ക്നെസ്സാണ്. ലിവറിന് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ഡൈജഷൻ വീക്ക്നെസ് വന്നു, പാങ്ക്രിയാസിന് വീക്ക്നെസ് വന്നു, കിഡ്നിക്കും തകരാറുകൾ വരാം. അതുകൊണ്ട് കരളിന് വീക്ക്നെസ് ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒഴിവാക്കണം. അത് ബിസ്ക്കറ്റ്, മിഠായി, ചോക്ലേറ്റ്, ഐസ്ക്രീം, ബേക്കറി സാധനങ്ങൾ, കോള, ഇതിലെല്ലാം ചേരുന്ന മധുരം ക്യാൻസർ ഉണ്ടാക്കുന്ന മധുരമാണ്, ഇമ്മ്യൂണിറ്റി പവറിനെ കുറയ്ക്കുന്ന മധുരമാണ്, പ്രമേഹം ഉണ്ടാക്കുന്ന മധുരമാണ്. അതുകൊണ്ട് അത് തുടരുത്. അതാണ് ഹറാം. എല്ലാ മില്ലറ്റ്സും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു പഴമാണെങ്കിൽ പോലും ആ പഴം എൻ്റെ ശരീരത്തിന് ചേരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഴം നല്ല സാധനമാണ്, എല്ലാവരും കഴിക്കേണ്ടതാണ്. ഇപ്പോൾ പൈനാപ്പിൾ ചിലർ കഴിച്ചാൽ അലർജി വരും, ചിലർക്ക് ഓറഞ്ച് വരും, ചിലർക്ക് വാഴപ്പണ്ണായിട്ട് വരും. അപ്പോൾ ഓരോ ഭക്ഷണ സാധനവും, ചോറാണെങ്കിലും കൂടുതൽ ആളുകൾക്കും ഗോതമ്പ് അലർജിയാണ് നമ്മുടെ നാട്ടിൽ. പാലാണ് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത്. ഈ IBS എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പാല്, ആ ചായ ചേർക്കുന്ന 2 സ്പൂൺ പഞ്ചസാര നിർത്തിയാൽ പോലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. ടൂത്ത് പേസ്റ്റ് നിർത്തിയാൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ചേരുന്ന മില്ലറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. എല്ലാ മില്ലറ്റിനും ചേരണമെന്നില്ല. അപ്പോൾ കഴിച്ചിട്ട് ഒരു അസ്വസ്ഥത തോന്നിയാൽ, ഇപ്പോൾ പൈൽസ് ഉള്ളവരാണെങ്കിൽ
അവരുടെ പൈൽസ് പ്രകോപനം ഉണ്ടാക്കുന്ന എല്ലാ സാധനവും അവർക്ക് പറ്റാത്തതാണ്, മാറ്റിക്കൊള്ളണം. നീർക്കെട്ടുണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, മാറ്റിയാൽ മതി. ഷുഗർ ഉള്ളവർക്ക് കഴിക്കാവുന്ന ഭക്ഷണ സാധനങ്ങൾ ചക്കപ്പഴം, മാമ്പഴം, ഈന്തപ്പഴം കഴിക്കുന്നത്. പക്ഷേ ഒരു 2-3 ആഴ്ച ഇവിടെ നിന്ന് അവർ ഭക്ഷണ ക്രമീകരണത്തിലേക്ക് വന്ന് സ്റ്റെപ്പായിട്ടാണ് ഈ മധുരത്തിലേക്ക് എത്തേണ്ടത്. 10-200 ഷുഗറുള്ള ഒരാൾ, ഇൻസുലിൻ എടുക്കുന്ന ആൾ നേരെ പോയിട്ട് ചക്കപ്പഴവും മാമ്പഴവും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട്, അല്ല ഈന്തപ്പഴം കഴിച്ചിട്ട് കുഴപ്പമുണ്ടാക്കി തലകറങ്ങി വീണ്ടും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സ്റ്റെപ്പായിട്ട് പാങ്ക്രിയാസ് ശക്തിയാർജിച്ചു വരുന്ന സമയത്ത് അവർക്ക് ഇതുപോലുള്ള സാധനങ്ങളിലേക്ക് പോവാം. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ ആദ്യം വേവിക്കാത്ത പച്ചക്കറി, പിന്നെ ന്യൂട്രലായിട്ടുള്ള പഴങ്ങൾ, പുളിപ്പഴങ്ങൾ, മധുരപ്പഴങ്ങൾ അങ്ങനെ കയറി പോവുക ചെയ്യാം. ഒഴിവാക്കേണ്ടത് നെഗറ്റീവായിട്ടുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ, കച്ചവട ഭക്ഷണ സാധനങ്ങൾ പാടേ ഒഴിവാക്കണം. പ്രകൃതി ഉണ്ടാക്കി തരുന്നത് മാത്രമാണ് ഭക്ഷണം. അതിൽ നമ്മൾ വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞ് നടത്തുന്നത് മുഴുവനും വാല്യൂ ഡീഗ്രഡേഷനാണ്. ആ സാധനങ്ങളാണ് ഡിവൈനായിട്ടുള്ളത്. ചോറാവാം, തവിടുകളയാത്ത ഉണക്കലി ചോറ് ഒരു നേരം ആവാം, ഒരു നേരം റാഗിയോ മില്ലറ്റ്സോ, ഒരു നേരം ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെ പോകണം. ചേന ചേപ്പൊക്കെ കഴിക്കാം, വല്ലപ്പോഴൊക്കെ മിതമായിട്ട് ഒരു കുഴപ്പമില്ല, കഴിക്കാം. ഏതാ BP എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് പ്രഷറോ? 10 ദിവസം നിങ്ങളെ പട്ടിണി കിട്ടി കഴിഞ്ഞാൽ തലമൊക്കെ എണീക്കാനുള്ള പ്രഷർ ഉണ്ടാവുമോ? ഫുഡ് പ്രഷറാണ്. BP കൂട്ടുന്ന ഫുഡുണ്ട്, BP കൂട്ടുന്ന ഫുഡുണ്ട്. ഇപ്പൊ നിങ്ങളൊരു കോള കുടിച്ചു, BP കൂടുവോ കുറയുമോ? കൂടും. ചാരായം കുടിച്ചു, കൂടും. കരിക്കും വെള്ളം കുടിച്ചു, BP അങ്ങ് ഷൂട്ടപ്പ് ചെയ്യോ? BP കുറയും. കരിക്കും വെള്ളം കഴിച്ചാൽ BP കുറയും. ചായ കുടിച്ചാൽ കൂടും, ചാരായം കുടിച്ചാൽ കൂടും, കോള കുടിച്ചാൽ കൂടും. നിങ്ങൾ ഒരു പഴം തിന്നു, BP കൂടുമോ? വേണ്ട പോലെ ആയിരിക്കും. ചാരായം പഞ്ചസാര ഒരേ അമ്മയ്ക്ക് ഇരട്ട പറ്റതാണ്. നിങ്ങളൊരു പഴം തിന്നു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആ പഴം ചിപ്സാക്കി കഴിച്ചാലോ BP കൂടേണ്ടി വരും. ദഹനത്തിന് കൂടുതൽ ബലം കൊടുക്കേണ്ടി വരും, ഊർജം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ ഭക്ഷണ സാധനവും നോക്കി നിങ്ങളുടെ ശരീരത്തിന് ചേർന്ന ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ BP കുറഞ്ഞിരിക്കും. വയറ് നിറച്ച് തിരുമേനി തിന്ന പോലെ അങ്ങോട്ട് തിന്നു, BP കൂടുകയോ കുറയോ? BP കൂടും. അപ്പോൾ മിതമായി ശരീരത്തിന് യോജിക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഏതാനും നാളുകൊണ്ട് കൂടി നിൽക്കുന്ന BP ഒക്കെ താഴെ വരും. ഉപ്പ്, സോഡിയം, ഉപ്പിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിടും ദീർഘനാള് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി. പുതിയ ബൈക്ക് എടുത്തിട്ട് ഒരു 100 കിലോ ഉപ്പ് വാങ്ങി അങ്ങ് പുതപ്പിച്ചങ്ങ് ഇട്ടു. ബൈക്കിന് നീണ്ട കാലത്തേക്കുള്ള ആയുസ് കിട്ടാനാ. ഉപ്പ് മൂടിയിട്ട ബൈക്കിന് എന്ത് പറ്റും? തുരുമ്പ് പിടിച്ച് 2 ആഴ്ച കൊണ്ട് നാശമാകും. ഈ ഉപ്പ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. പഞ്ചസാരയ്ക്കും അതുകൊണ്ട് പ്ലക്ക് പിടിപ്പിക്കുന്ന സാധനമാണ് ധമനികളിലെല്ലാം. അപ്പോൾ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ, നമ്മൾ രോഗാലോചന 2 ഗ്രാമൊക്കെയാണ് പറയണത്. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗത്തും വെള്ളം കൂടുതൽ പിടിച്ചു നിർത്തും. ഈ ഉപ്പിനെ ശരീരം ദ്രവിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ വെള്ളം കൊണ്ട് വഴി നിർത്തും. അപ്പം അതെല്ലാം തന്നെ നമുക്ക് ചീർക്കാൻ, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. അത് മിനിമം ആവശ്യത്തിന് ഉപയോഗിച്ച്, നമ്മൾ ശീലിച്ചത് കൊണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം. മാറി ഉപയോഗിച്ചോളൂ. ഇന്ദുപ്പാവുമ്പോൾ സോഡിയം കുറവാണ്, പൊട്ടാസ്യം കൂടുതലുണ്ട്, മറ്റു മിനറൽസ് കൂടുതലുണ്ട്. മാറി ഉപയോഗിക്കാം. കണ്ണ് തെളിയും. കണ്ണിന് വളരെ നല്ലൊരു സാധനമാണ്.
ഒരു സാധനം നേരെയുള്ള നല്ല ആഹാരം അല്ലാത്തത് അങ്ങനെ സ്ഥിരമായിട്ട് എടുക്കണ്ട. നെല്ലിക്ക അത് നിങ്ങളുടെ ശരീരം പറയുമല്ലോ. ഏത് സാധനം കൂടിക്കഴിഞ്ഞാൽ ശരീരം പറയും മതി വേണ്ട. ചക്ക തിന്ന് 2, 5, 6 നമുക്ക് ചമ്മന്തിയൊക്കെ അരച്ച് കഴിക്കാം. പക്ഷെ എന്നാലും അതിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ ശരീരം തന്നെ തോന്നലുണ്ടാക്കും വേണ്ട. ചക്ക തിന്ന് കുറച്ച് കഴിയുമ്പോൾ ചക്ക മടുത്തു, ഇപ്പോൾ മാങ്ങ തുടങ്ങും. മാങ്ങ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മാറ്റമാണ്. അതാണ് പലതരത്തിലുള്ള മൂലകങ്ങൾ കിട്ടാൻ, പിന്നെ വൈറ്റമിനുകൾ കിട്ടാനായിട്ട് ശരീരത്തെ സഹായിക്കുന്നത്. അപ്പോൾ ശരീരത്തിന് വലിയ വിവേകമുണ്ട്. നിങ്ങൾക്ക് വെള്ളം എത്ര കുടിക്കാൻ പറ്റും? മടുക്കും. കുറേ കുടിച്ച് കഴിയുമ്പോൾ വേണ്ട. പിന്നെയും കുടിച്ചാൽ ഛർദ്ദിച്ച് കളയാൻ നോക്കും, ഛർദ്ദിപ്പിക്കാൻ നോക്കും. നമ്മൾ സാധാരണ രീതിയിൽ ഒരു മെറ്റബോളിക് ഫങ്ഷന് ഹൈഡ്രേഷൻ വേണ്ടത് സ്ത്രീകൾക്ക് 2.5 ലിറ്റർ, പുരുഷന്മാർക്ക് 3 ലിറ്റർ. അത് ചോറിൽ വെള്ളമുണ്ട്, പഴത്തിൽ വെള്ളമുണ്ട്, പച്ചക്കറിയിലുണ്ട്. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് വേണ്ടത്. അതാണ് വേണ്ടത്. നമ്മൾ വറുത്തത് കഴിക്കുകയാണെങ്കിലോ ഫയർ എഞ്ചിൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളം ഒഴിച്ചു തരേണ്ടി വരും. അതേസമയം നമ്മൾ കെമിക്കലുകൾ അറിയാണ്ട് ഉള്ളിൽ പോയാലോ കുറേ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആഹാര രീതി, അല്ലെങ്കിൽ അധ്വാനിച്ച് വയർപ്പ് വരുന്ന ആളോ അതിൽ കൂടുതൽ കുടിക്കണം. അപ്പോൾ അത് കരിക്കും വെള്ളമായിട്ട്, പഴച്ചാറുകൾ, ഫ്രൂട്ട് ജ്യൂസായിട്ട്, വെജിറ്റബിൾ ജ്യൂസൊക്കെ ആയിട്ട് പല രീതിയിൽ ഉള്ളിൽ പോകണം. പഴങ്ങളായിട്ട് വെള്ളത്തിന് ദഹന പാകമുണ്ട്. അതുകൊണ്ട് വായയിൽ വെള്ളം നിർത്തി ചൂട് വരുത്തി ചൂടുവെള്ളമേ കുടിക്കാവൂ. എന്നാൽ ചൂടുവെള്ളം വായിൽ ഒഴിക്കാനും പാടില്ല. പച്ചവെള്ളം ഒഴിക്കണം. ദേഹത്തിൻ്റെ ചൂട്, ബോഡി ടെമ്പറേച്ചർ വരുത്തി ഉമിനീര് കലർത്തി ഇറക്കിയാൽ മാത്രമേ ആ വെള്ളത്തിൻ്റെ ഗുണം കിട്ടുന്നുള്ളൂ, ദഹനഭാഗം വരുന്നുള്ളൂ. ആ വെള്ളത്തിൽ നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ഇതിന് ഈ ഉമിനീരിനറിയാം. അതിനെ വരുതിയിലാക്കും. പത്തോളജിക്കൽ സ്റ്റേജിലേക്ക് മാറാതെ ബാക്ടീരിയകളെ അനുകൂല ബാക്ടീരിയകളാക്കി മാറ്റാൻ ശരീരത്തിന് സാധിക്കും. അതാണ് അവിടെ നടക്കുന്നത്. സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ വെള്ളം മാത്രം കുടിക്കുന്നത് കഴിക്കും, വെള്ളം അങ്ങനെ ജ്യൂസൊക്കെ കൊടുക്കുന്നു കയ്യോട്ട് കൊടുക്കും. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഈ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എല്ലാം നോക്കണം, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഡോക്ടറിന് ഗുളിക ഒന്നും കഴിക്കില്ല, ഒരു കുഴപ്പമില്ലാതെ വെള്ളം മാത്രം കൊടുക്കുന്നത്. ഇത്രയും കാലം ഞാൻ പശുക്കളോട് ഗുളിക ഒരുപാട് ഗുളിക അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് പ്രശ്നങ്ങളായിരുന്നു ശരി. ഇപ്പം അമ്മ റെസ്റ്റ് ചെയ്ത് കരിക്കുമ്പോൾ കുടിക്കുന്നത് ഉണ്ടല്ലേ. കരിക്കുമ്പോഴും ദിവസം 2 കരിക്കൂടിയാ ഞങ്ങൾ പറയണത്. സൗന്ദര്യവും നന്നാകും. ഡുവാണുണ്ട് ലൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ തീ ആളി. മറ്റേ ആ സാധനം സ്പ്രേ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. തീ ഉള്ളിലേക്ക് റിവേഴ്സ് അടിച്ചാൽ പൊട്ടിത്തെറിക്കും. ഗൂഗിൾ മീറ്റ് നിർത്തി വെച്ചാൽ ഇപ്പോൾ ആളുകളെല്ലാം ക്ലാസ്സിൽ വരുന്നുണ്ട്. മറ്റത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാവുന്ന ഒരു സമയത്താണ് നമ്മൾ ആ ഗൂഗിൾ മീറ്റ് എടുത്തിരുന്നത്. ഭോജനാന്തി വിഷം. നമ്മൾ ആഹാരത്തോടൊപ്പം പച്ചവെള്ളം കുടിക്കരുത്, അത് വിഷമായിട്ട് മാറും. ഭക്ഷണം കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കാം. ചൂടുവെള്ളത്തിന് കുഴപ്പമില്ല, പച്ചവെള്ളം കുടിക്കരുത്. ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ്, ആഹാരം കഴിഞ്ഞാൽ 2 മണിക്കൂർ. ഇതാണ് അതിൻ്റെ ഒരു നിയമം. പക്ഷെ കഞ്ഞിവെള്ളം ആഹാരത്തോടൊപ്പം കഴിക്കാം, രസമാവാം, സൂപ്പുകളാവാം. പച്ചവെള്ളം ആസിഡുകൾ നേർത്തു പോകുന്നുള്ളതുകൊണ്ടാണ്. ഡോക്ടർമാരെ ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ, വിശക്കണമുണ്ട്. എന്നാൽ ഡോക്ടർ ഒന്നൊരു നന്ദി പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് എണീക്കാം. അല്ലെങ്കിൽ എണീക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല.
ഡോക്ടർ റിനുവും ഡോക്ടർ കവിപ്രിയയാണ് ഇവിടുത്തെ ആസ്ഥാന ഡോക്ടർമാർ. ഞാനൊരു ഗസ്റ്റാണ്. ഡോക്ടർ റിനു ബാംഗ്ലൂരിൽ എവിടെയായിരുന്നു? ശ്രീ രവിശങ്കറിന്റെ കോളേജിൽ, ശ്രീ കോളേജ് ഓഫ് ആയുർവേദിക് സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ. ഞാൻ പഠിച്ചത് ശ്രീ കോളേജ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലാണ്. 5.5 വർഷം BAMS കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ നാച്ചുറോപ്പതി PGDNYS ചെയ്തു. സോ സിൻസ് 2018 മുതൽ ടീച്ചർ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതെ, കവിപ്രിയ BNYS നാച്ചുറോപ്പതി ഡോക്ടറാണ്. 5.5 years കോഴ്സ് കഴിഞ്ഞിട്ട് എന്തോ ഞാനും ഞങ്ങൾ അസുഖം വന്നു കഴിഞ്ഞാൽ നാച്ചുറോപ്പതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, വന്നില്ലെങ്കിൽ നോർമലായിട്ടും നമ്മളുടെ രീതി, പ്രകൃതി രീതിയിലുള്ള ആഹാര രീതികളാണ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ അൺടൈംലി ഫുഡ് അങ്ങനെയൊന്നും കഴിക്കുന്നില്ല, ഇവിടെ തരുന്നുണ്ട്. അപ്പൊ രാവിലെ കഴിച്ചത് റാഗിയുടെ പുട്ടും കറിയും, വെജിറ്റബിൾ കറിയും. ഉച്ചയ്ക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കഴിക്കും. കുടിച്ചത് എന്താണ്? വെള്ളം കുടിച്ചു. അത് എനി കൈൻഡ് ഓഫ് ഫുഡ് എക്സസ് ആവാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയാലോ. അപ്പൊ ഡെയിലി നമുക്കിപ്പോ നോർമൽ പേഴ്സൺസിന് മാറി മാറി യൂസ് ചെയ്യാം. റാഗി യൂസ് ചെയ്യാം, മില്ലറ്റ്സ് യൂസ് ചെയ്യാം, റൈസ് യൂസ് ചെയ്യാം, തവിടുള്ള അരി. റൈസ് ഉപയോഗിക്കുമ്പോൾ പ്രിഫറബിളി തവിടുള്ള അരി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെ. പിന്നെ പേഷ്യൻസിന്റെ കേസ് വരുമ്പോഴേക്കും ഓരോരുത്തരുടെ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ. ഇല്ല 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 നമ്മൾക്കിവിടെ ജാപ്പി ഉണ്ട്. ടീ, കോഫി അങ്ങനെ കൂടുതൽ അഡിക്ഷൻ ഉള്ളവർക്ക് ജാപ്പി കുടിക്കാം കേട്ടോ. ഇല്ല 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 ഞങ്ങൾ അല്ല, വലുതായാലും പാല് കുടിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ നാച്ചുറോപ്പതി സെന്ററിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ടീ, കോഫി അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ആഗ്രഹമുള്ളവരാണെങ്കിൽ ജാപ്പി കുടിക്കും കേട്ടോ, ഇവിടെ ടേസ്റ്റിയാണ്. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ട്രൈ ചെയ്യാം. എന്ത് ജാപ്പി? അപ്പൊ നമ്മുടെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ചായ, കോഫി അങ്ങനെ അഡിക്ഷൻ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ചായ കുടിക്കാതെ രാവിലെ ഒരു ഉന്മേഷമില്ല. ഓക്കെ 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 അപ്പൊ അങ്ങനെ ചൂടായിട്ടൊക്കെ എന്തെങ്കിലും കുടിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചൂടോടെ കുടിക്കേണ്ട ആളുകൾക്ക് അതിന് പറ്റിയൊരു പൗഡറാണ് ഈ ജാപ്പി എന്ന് പറയുന്നത്. അത് ചുക്ക്, ജീരകം, ഉലുവ, മല്ലി, ഏലക്കായ എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുന്നൊരു പൗഡറാണ്. അപ്പോൾ മറ്റേതിന് പകരം കുറച്ച് നാളത്തേക്ക് നമ്മൾ നിർത്താൻ വേണ്ടിയിട്ടൊരു സഹായം. ഒരു വീട്ടിലൊരു ഗോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നീ കുടിക്കാൻ പോയിട്ട് ഗോസ്റ്റ്, അപ്പോൾ ജാപ്പി ഉണ്ടാക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ജാപ്പിയുടെ പൗഡർ. അത് തികച്ചും ഈ മല്ലി, ക്യുമിൻ അങ്ങനെയൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിലുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ ഡയബറ്റിക് അല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു ഫ്രഷ് ജിഞ്ചർ കൂടെ ചതച്ചിട്ട് ബോയിൽ ചെയ്ത് നമുക്കത് കുടിക്കാവുന്നതാണ്. ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. ഏതാ? ഷുഗർ, എനി കൈൻഡ് ഓഫ് ഷുഗർ ഇപ്പോൾ ഫോർ ഡയബറ്റിക് പേഷ്യൻസ് നല്ലതല്ല. ഈവൻ ഹണി വരെ കുടിപ്പിക്കുന്നതല്ലോ, ആവില്ല, ഒരിക്കലും ആവില്ല. അപ്പോൾ ഓക്കെ, അതിൽ കഫീൻ, ടാനിൻ അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒന്നും ഇല്ല അഡിക്ഷൻ ഫോർമേഷൻ ഉള്ളത്. പിന്നെ ചില ആളുകളുണ്ടാവും അവർക്ക് എന്തെങ്കിലും കിട്ടണം, ചൂടായിട്ട് എന്തെങ്കിലും കിട്ടണം, എസ്പെഷ്യലി ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത് ട്രൈ ചെയ്യാം. അതുകൊണ്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാനില്ല. അതൊന്നും ഇല്ലേ, എക്സസ് ആവേണ്ട ആവശ്യമില്ല. മനുഷ്യന് ഒരു പ്രോപ്പർ എമൗണ്ട് ഉണ്ടല്ലോ, ആവശ്യത്തിന് കഴിക്കുക. ഓക്കെ, ടീയില് ടാനിൻ കണ്ടന്റ് ആണ് കൂടുതൽ. ടാനിൻ കോമ്പൗണ്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രിയൻ അബ്സോർപ്ഷനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോഫിയിൽ കഫീനാണ്, പിന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, പക്ഷെ ബേസിക്കലി ഇതെല്ലാം ഹൈപ്പർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു വിശ്രമം വേണ്ട സ്ഥാനത്ത് വിശ്രമിക്കാൻ സമ്മതിക്കാതെ ഇന്റേണൽ ഓർഗൻസിനെ കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ ചാടി എഴുതിക്കുകയാണ് ചെയ്യുന്നത്.
പശു ഒരു കാള ഉഴുത് പണിയെടുത്ത് ക്ഷീണിച്ച് കിടക്കുമ്പോൾ അതിനൊരു അടി അടിച്ചാൽ ചാടി എണീക്കില്ലേ? പിന്നെ കുറെ അടി അടിച്ച് എണീറ്റിട്ട് പിന്നെ പണിയെടുക്കാണ്ടാവുമ്പോൾ വാനേക്കരി കടിച്ചാൽ ചാടൂല്ലേ? അതുപോലെ ചെയ്യരുത്. ശരീരത്തിന് ക്ഷീണമുള്ളപ്പോൾ വിശ്രമിച്ച് ഊർജം തിരിച്ചു വരണം. ചായയും കാപ്പിയും ചാരായം കൊടുത്തിട്ടല്ല ശരീരത്തിന് ഊർജം ഉണ്ടാക്കേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ക്ലാസ് കേട്ടിരുന്ന പ്രിയപ്പെട്ട എല്ലാ നമ്മുടെ നേച്ചർ ലൈഫ് ക്യാമ്പ് സെന്ററിലെ അംഗങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, എസ്പെഷ്യലി നമ്മുടെ ജേക്കബ് സാറിനും എൻ്റെ പേരിലും നേച്ചർ ലൈഫ് ഫാമിലിയുടെ പേരിലും നന്ദി പറഞ്ഞോളൂ. എനിക്ക് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. സാറിന് വിട്ടുവരുന്ന വേഗം പറഞ്ഞു. പിന്നെ നമുക്ക് എല്ലാ മാസവും 8-ാം തീയതി ക്ലാസ് എടുക്കാൻ സൂര്യൻ സാർ ഓടിയെത്തുന്നതാണ്. ഒരുപാട് അകലിൽ നിന്നൊക്കെയാണ് സാറ് വരുന്നത്. അപ്പോൾ സാറിനും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞു. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മുഖ്യമായ ഭാഗമാണ് മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രവർത്തനം. അപ്പോൾ കേരളത്തിൽ മുമ്പൊക്കെ നമ്മൾ കുടിക്കുന്നവൻ കുടിക്കും, അവൻ്റെ വീട് പോയെന്ന് നമുക്കെന്താ കാര്യമെന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ കള്ളു കുടിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള ചെറുപ്പക്കാരുടെ ബഹളം കൊണ്ട് വഴി നടക്കാൻ പേടിക്കേണ്ട അവസ്ഥയിലായി. വീട്ടിലിരുന്നാലും രക്ഷയില്ലാത്തൊരവസ്ഥയാണ് വരണത്. അതുകൊണ്ട് കുറച്ചുകൂടെ ആ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 19-ാം തീയതി, ജൂൺ 19-ാം തീയതി പാലക്കാട് എലപ്പുള്ളി പുതിയ മദ്യ ഫാക്ടറി തുടങ്ങാൻ പോകുന്ന സ്ഥലത്ത് നമ്മളൊരു ഉപവാസം വെച്ചിട്ടുണ്ട്. രാവിലെ 10 തുടങ്ങി വൈകിട്ട് 5 വരെ. എല്ലാവരും വരണം. ശിവഗിരി ആശ്രമത്തിലെ ഒരു മിനിറ്റ് ശിവഗിരി ആശ്രമത്തിൻ്റെ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ, ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ്, കൽപ്പറ്റ നാരായണൻ, എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ, PV രാജഗോപാൽ, അന്താരാഷ്ട്ര പ്രശസ്തനായിട്ടുള്ളൊരു പ്രവർത്തകനാണ്, നർഗീസ് ടീച്ചർ, ഖദീജ നർഗീസ്, പിന്നെ സുഗതം മാഷ്, ഞങ്ങളെല്ലാവരും ഉണ്ട്. 50-ഓളം പേര് ഇപ്പോൾ ആയിട്ടുണ്ട്. 20 പേര്, ഏറ്റവും പ്രധാനപ്പെട്ട 20 പേര്, ശ്രദ്ധേയരായിട്ടുള്ള 20 പേരാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ 50 പേരോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിയുന്നത്ര ആളുകൾ വന്ന് പങ്കെടുക്കട്ടെ. അതുകൊണ്ട് 19-ാം തീയതി പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊഴിഞ്ഞമ്പാറ ബസ്, പാറ വഴി പോകുന്ന കൊഴിഞ്ഞമ്പാറ ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് എടപ്പള്ളിയിൽ ഇറങ്ങാം, പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇറങ്ങാം. അവിടെ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി ഹാള്. താല്പര്യമുള്ളവരൊന്ന് പേര് തരണം, നമ്പറുകൾ തന്നാൽ ഞങ്ങൾ റൂട്ടൊക്കെ ഇട്ട് തരാം. ഏതാ? ശിവഗിരിയിലെ അടുത്ത ജനുവരി 29, 23, 24, 25 ശിവഗിരിയിൽ വെച്ച് പ്രകൃതി ചികിത്സ അഖിലേന്ത്യാ സംഗമം. കേരളത്തിൽ നിന്ന് 500 പേര്, പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് 500 പേര്. ഗംഭീര പരിപാടിയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും പേര് തരണം. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പിന്നീട് തരാം. 19-ാം തീയതി ഒരു ദിവസത്തെ ഉപവാസ പരിപാടിയാണ്. രാവിലെ 9:30 മണിയോടെ അവിടെ എത്തണം. പേരൊന്ന് കുറിച്ച്. അതുകൂടാതെ നമുക്ക് ഓഗസ്റ്റ് 6 തുടങ്ങി 9 വരെ ഒരു മൗന ഉപവാസം എല്ലാ കൊല്ലവും നമ്മൾ നടത്തുന്നതാണ്. കീടനാശിനികൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ ഉപവാസം ആദ്യമൊക്കെ ആളുകൾക്ക് പേടിയായിരുന്നു. 4 ദിവസം ഉപവസിക്കണ്ടേ, 4 ദിവസം പറ്റുമോ? പക്ഷേ വന്നവരെല്ലാവരും തന്നെ ഇപ്പോൾ 5 കൊല്ലമായിട്ട് ഉപവസിക്കുന്നവർ, 10 കൊല്ലമായിട്ട് ഉപവസിക്കുന്നവർ, 14 കൊല്ലമായിട്ട് 14-ാം പ്രാവശ്യം ഉപവസിക്കുന്നവരൊക്കെയാണ് നമുക്കതിൽ കൂടുതലുള്ളത്. 100-150 പേരാണ് ഈ ഉപവാസത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ചിലർ ഒരു ദിവസം എന്ന് പറഞ്ഞ് വരാറുണ്ട്. അവർ ചിലപ്പോൾ 2 ദിവസം കൂടി ഇരിക്കും, അല്ലെങ്കിൽ മുഴുവൻ ഇരുന്നിട്ട് തന്നെയാണ് പലരും പോകുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം അതിൽ ഉപവാസം ഇരിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു സാമൂഹ്യ തലത്തിൽ കൂടെ നമ്മളുടെ കർത്തവ്യം, പൗരൻ എന്നുള്ളതിനുള്ള കടമ ചെയ്യാൻ കൂടെ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ ഉപവാസ പരിപാടിയും മനസ്സിൽ വെക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത മാസം തരും. എവിടെ വെച്ചാണെന്നുള്ളത് ഈ പാലക്കാട് വെച്ച് നടത്തിയാലോ എന്ന് ആലോചനയുണ്ട്. കേരളത്തിലെ ഓരോ ജില്ലയിലും മാറി മാറി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ സ്വാമി അഗ്നിവേശി വന്നിരുന്നു, മേധാ പട്കർ വന്നിരുന്നു, ദയാഭായി ലീഡ് ചെയ്ത ഉപവാസം, ശോഭിനി മാഷുണ്ടായിരുന്നു, VS ഒരു പ്രാവശ്യം വന്നു, പിന്നെ ആരൊക്കെ വന്നു, മേധാ പട്കർ വന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ സന്ദർശിക്കാൻ വരുന്ന ഒരു കൂടിയാണ് നമ്മുടെ ഉപവാസ പരിപാടി. ഓക്കെ,
അപ്പോൾ 19-ാം തീയതി എലപ്പള്ളിയിൽ കഴിയുന്നത്ര പേര് വരണം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാറ്റിവെച്ച് എലപ്പള്ളി പാലക്കാട്, ശബരിയാശ്രമത്തിലല്ല, എലപ്പള്ളിയിലാണ്. ഓക്കെ, എന്നാൽ ഭക്ഷണം കഴിക്കാമല്ലോ. കൺസൾട്ടേഷൻ ഇന്ന് വേണ്ടവർ എത്ര പേരുണ്ട്?